സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഹലോ കൂട്ടുകാരെ, എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങൾ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ പ്രേമിയാണെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു സിനിമയാണ് AXL. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇനി നമുക്ക് സിനിമയിലേക്ക് പോകാം. 2018-ൽ ഒലിവർ ഡാലി എഴുതി സംവിധാനം ചെയ്ത ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ സാഹസിക ചിത്രമാണ് AXL. അലക്സ് ന്യൂസ്റ്റെഡർ, ബെക്കി ജി, അലക്സ് മക്നിക്കോൾ, ഡൊമിനിക് റെയിൻസ്, തോമസ് ജെയിൻ എന്നിവർ അഭിനയിച്ചു. അത്യാധുനിക സൈനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സൃഷ്ടിച്ച ഒരു റോബോട്ടിക് നായയെ കണ്ടുമുട്ടുന്ന ഒരു കൗമാരക്കാരന്റെ കഥയാണ് ഇത് പറയുന്നത്. 2018 ഓഗസ്റ്റ് 24-ന് ഗ്ലോബൽ റോഡ് എന്റർടൈൻമെന്റ് ഇത് അമേരിക്കയിൽ പുറത്തിറക്കി. നിരൂപകരിൽ നിന്ന് പൊതുവെ നെഗറ്റീവ് അവലോകനങ്ങൾ ലഭിക്കുകയും $9 മില്യൺ ബജറ്റിൽ $15 മില്യൺ മാത്രം നേടുകയും ചെയ്ത ഇത് ബോക്സ് ഓഫീസ് പരാജയമായിരുന്നു. ക്രെയിൻ സിസ്റ്റംസ് ശാസ്ത്രജ്ഞനായ ആൻഡ്രിക്ക് സൈനികരെ സഹായിക്കാനും സംരക്ഷിക്കാനും സൃഷ്ടിച്ച അതീവ രഹസ്യമായ ഒരു റോബോട്ടിക് നായയാണ്. ഈ പദ്ധതിക്ക് സൈന്യമാണ് ധനസഹായം നൽകുന്നത്. ഇത് സൃഷ്ടിച്ച ശാസ്ത്രജ്ഞർ AXL എന്ന് കോഡ് നാമം നൽകിയ ഈ റോബോട്ട് അടുത്ത തലമുറയിലെ നൂതന കൃത്രിമബുദ്ധിയെ ഉൾക്കൊള്ളുന്നു. ഒരു പരീക്ഷണം പരാജയപ്പെട്ടതിനെ തുടർന്ന് AXL ഒറ്റയ്ക്ക് ഒളിച്ചിരിക്കുന്നതായും പുറത്തുനിന്നുള്ള മോട്ടോർ ബൈക്ക് റേസറായ മൈൽസ് ഹിൽ മരുഭൂമിയിൽ കേടുപാടുകൾ സംഭവിച്ചതായും കണ്ടെത്തി. ഒരു സ്റ്റണ്ടിനിടെ മോട്ടോർ ബൈക്കിൽ നിന്ന് വീണതിനെ തുടർന്ന് സാം ഫോണ്ടെയിൻ ഉപേക്ഷിച്ചുപോയ അദ്ദേഹം ഒറ്റക്കാണെന്നും കണ്ടെത്തി. റോബോട്ടിന്റെ ഉടമസ്ഥ പെയറിംഗ് സാങ്കേതികവിദ്യ സജീവമാക്കിയ ശേഷം മൈൽസും AXLും പരസ്പരം ബന്ധപ്പെടുന്നു. തന്റെ പുതിയ കൂട്ടുകാരനെ സഹായിക്കാനും സംരക്ഷിക്കാനും വളരെയധികം ശ്രമിക്കുന്നു. AXLുമായി സ്വയം ബന്ധിതനായി മൈൽസ് തന്റെ പുതിയ ഉറ്റ സുഹൃത്തിനെ സംരക്ഷിക്കാൻ മിടുക്കിയും വിഭവസമൃദ്ധിയുമായ സാറ റെയ്സുമായി ഒന്നിക്കുന്നു. സാറ ഒരു ആർട്ട് സ്റ്റുഡിയോ ആയി ഉപയോഗിക്കുന്ന ഒരു വിദൂര ഒളിത്താവളത്തിലേക്ക് അവർ പോകുന്നു. രക്തസാമ്പിൾ എടുത്ത് ജോഡിയാക്കൽ പ്രക്രിയ പൂർത്തിയാക്കുന്ന ഒരു ഉപകരണം മൈൽസിന് സമ്മാനിക്കുന്നു. മൈൽസുമായുള്ള ബന്ധത്തിൽ അസൂയപ്പെട്ട് സാറയെ നേരിടാൻ സാം എത്തുന്നു. സാമിനെ ആക്രമിക്കുന്നു. മൈൽസ് ഈ സാഹചര്യം ഉപയോഗിച്ച് അവനെ ഭീഷണിപ്പെടുത്തുന്നു. സാറയെ ഒറ്റയ്ക്ക് വിടാൻ പറയുന്നു. മൈൽസ് ഇതിനകം തന്നെ മോശമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചതിൽ സാറ ദേഷ്യപ്പെടുന്നു. പക്ഷേ താൻ മൈൽസിനെ ഉപേക്ഷിക്കില്ലെന്ന് പറയുന്നു. AXLനെ വിട്ട് അവർ മൈൽസിന്റെ വീട്ടിലേക്ക് മടങ്ങുകയും അവന്റെ അച്ഛൻ ചക്കിനോട് റോബോട്ടിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. ചക്ക് അത് അതിന്റെ ഉടമകൾക്ക് തിരികെ നൽകാൻ ഉപദേശിക്കുന്നു. അതേസമയം സാം തന്റെ സംഘത്തോടൊപ്പം തിരിച്ചെത്തി AXLനെ ഒരു ഫ്ലെയിം ത്രോവർ ഉപയോഗിച്ച് കത്തിക്കുന്നു. സാറ തന്റെ ഫോണിലെ ലൈവ് റെക്കോർഡിംഗ് കാണുന്നു. അവളും മൈൽസും അവനെ രക്ഷിക്കാൻ പറക്കുന്നു. അവർ വളരെ വൈകി, പക്ഷെ അവനെ നന്നാക്കാൻ ഒരു സ്ഥലം നൽകുന്നു. അതേസമയം ആൻഡ്രിക്ക് അയച്ച ഒരാൾ ചക്കിന്റെ വീട്ടിൽ പ്രത്യക്ഷപ്പെടുകയും AXLനെ നിയന്ത്രിക്കുന്ന ഉപകരണം എവിടെയാണെന്ന് അറിയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ചക്ക് സംശയാസ്പദമായി തോന്നുകയും ആ മനുഷ്യനെ മറികടക്കുകയും സ്വന്തം ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയും ചെയ്യുന്നു. താൻ AXLനെ തിരയുകയാണെന്ന് ആ മനുഷ്യൻ വെളിപ്പെടുത്തുന്നു. മൈൽസും സാറയും ഒരു ഗാരേജിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ റോബോട്ട് സ്വയം നന്നാക്കാൻ തുടങ്ങുന്നു. ആൻഡ്രിക്ക് അതിന്റെ സ്ഥാനം കാണിക്കുന്ന ഒരു ലോഗ് കാണുകയും അത് വീണ്ടെടുക്കാൻ ഒരു സംഘത്തെ അയക്കുകയും ചെയ്യുന്നു. ഏജന്റുമാർ എത്തി റോബോട്ട് നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. അറ്റകുറ്റപ്പണികൾ കൃത്യസമയത്ത് അവസാനിക്കുന്നു. പ്രവർത്തകരെ കീഴടക്കുന്നു. റീബൂട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്ലെയിം ത്രോവർ ഉപയോഗിച്ച് കത്തിച്ചതായി അയാൾ ഓർക്കുന്നു. സാമിനെ കൊല്ലാൻ ഓടുന്നു. മൈൽസും സാറയും അവനെ തടയാൻ ഓടുന്നു. എത്തുമ്പോൾ സാമും സുഹൃത്തുക്കളും പാർട്ടിയിലാണ്. ഫ്ലെയിം ത്രോവർ ഉപയോഗിച്ച് അവനെ കത്തിക്കാൻ സാം വീണ്ടും ശ്രമിക്കുന്നു. പക്ഷേ ഇന്ധനം തീർന്നു. മൈൽസും സാറയും എത്തി കൊല്ലരുതെന്ന് ബോധ്യപ്പെടുത്തുന്നു. ഡ്രോണുകളുടെ ഒരു കൂട്ടം എത്തി പ്രവർത്തനരഹിതമാക്കുന്നു. മൈൽസിനെയും സാറയെയും പിടികൂടി ക്രെയിൻ സിസ്റ്റംസിന് കൈമാറുന്നു. മൈൽസിന്റെ നിയന്ത്രണം മറികടക്കാൻ ആൻഡ്രിക്ക് ശ്രമിക്കുന്നു, പക്ഷേ പരാജയപ്പെടുന്നു.
റിമോട്ട് എവിടെയാണെന്ന് മൈൽസ് വെളിപ്പെടുത്താൻ വിസമ്മതിക്കുമ്പോൾ ആൻഡ്രിക്ക് AXLനോട് സാറയെ ആക്രമിക്കാൻ പ്രോഗ്രാം ചെയ്യുന്നു. ഒളിത്താവളത്തിൽ നിന്ന് ഒരു തൂവൽ എങ്ങനെ വരച്ചുവെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ആക്രമിക്കരുതെന്ന് സാറ ബോധ്യപ്പെടുത്തുന്നു. ആൻഡ്രിക്കിന്റെ സൈനിക മേധാവിയായ ക്യാപ്റ്റൻ വെബ്ബർ പ്രത്യക്ഷപ്പെടുന്നു. ആൻഡ്രിക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. തങ്ങൾ വളഞ്ഞിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് സാറ സ്വയം പിടിക്കപ്പെടാൻ അനുവദിക്കുന്നു. മൈൽസും AXLും രക്ഷപ്പെടുന്നു, പക്ഷേ ഹെലികോപ്റ്ററിൽ പിന്തുടരുന്നു. മൈൽസ് തന്റെ മോട്ടോർ സൈക്കിളിൽ നിന്ന് വീഴുന്നതുവരെ അവർ കുന്നിൻ പ്രദേശങ്ങളിലൂടെ ഓടുന്നു. മൈൽസ് AXLനോട് ഓടാൻ കൽപ്പിക്കുന്നു, അനുസരിക്കുകയും സ്വയം നശിപ്പിക്കുന്നതിനു മുമ്പ് കഴിയുന്നത്ര ദൂരം പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതേസമയം തനിക്കും മൈൽസിനും സാറയ്ക്കും ഒരുമിച്ച് ഉണ്ടായിരുന്ന എല്ലാ ഓർമ്മകളും ഇന്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. പൂർത്തിയാക്കിയ ശേഷം അവസാനമായി മൈൽസിന്റെ ചിത്രം നോക്കുകയും യോ അയയ്ക്കുക എന്ന് പറയുകയും സ്വയം നശിപ്പിക്കുന്ന ക്രമം പൂർത്തിയാക്കുകയും ചെയ്യുന്നു. തുടർന്ന് മൈൽസ് സ്വയം സൈന്യത്താൽ പിടിക്കപ്പെടാൻ അനുവദിക്കുന്നു. 6 ആഴ്ചകൾക്ക് ശേഷം ദേശീയ സുരക്ഷ ലംഘിച്ചതിനും സിവിലിയന്മാരുടെ ജീവൻ അപകടത്തിലാക്കിയതിനും ആൻഡ്രിക്ക് ജയിലിലായി. ഇന്ത്യ കോഡ് വീണ്ടും ഉയർന്നുവന്നിട്ടുണ്ടെന്നും അത് എന്താണ് ചെയ്യുന്നതെന്ന് അറിയണമെന്നും വെബ്ബർ അദ്ദേഹത്തെ അറിയിക്കുന്നു. സാറയും മൈൽസും സൈന്യം നൽകുന്ന സ്കോളർഷിപ്പുകൾക്കൊപ്പം കോളേജിൽ പോയിരിക്കുന്നു, അവരുടെ നിശബ്ദത വാങ്ങാനും അവരെ നിരീക്ഷിക്കാനും. സാറയും മൈൽസും ബീച്ചിൽ ചുറ്റിനടന്ന് പഠിക്കുകയും കളിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം ചെലവഴിക്കുമ്പോൾ സാറ അവന് ഒരു കവർ നൽകുന്നു. മൈൽസ് അത് തുറന്ന് ഇത് നിങ്ങളുടേതാണോ എന്ന് അച്ഛനിൽ നിന്ന് ഒരു കുറിപ്പ് പുറത്തെടുക്കുന്നു. അവൻ കവർ തലകീഴായി മറിച്ചിടുന്നു. ഇന്റെ റിമോട്ട് അവന്റെ കൈയിലേക്ക് വീഴുന്നു. അത് അമർത്തണോ എന്ന് അവൻ സാറയോട് ചോദിക്കുന്നു. ഉപകരണം അവരുടെ ഫോണുകളിലേക്ക് ഒരു ആപ്പ് അപ്ലോഡ് ചെയ്യുന്നു. എങ്ങനെയോ അതിജീവിച്ചിട്ടുണ്ടെന്നും അവർ തിരികെ വരാൻ ശ്രമിക്കുന്നുണ്ടെന്നും അവർ മനസ്സിലാക്കുന്നു.